കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ ദൃശ്യം 3 ജൈത്രയാത്ര തുടരുകയാണ്. ഇതേ വേഗത തുടർന്നാൽ മലയാള സിനിമയിലെ സർവ്വകാല റെക്കോർഡുകൾ ദൃശ്യം 3 തകർക്കുമെന്നുറപ്പാണ്. മൂന്നാം വാരാന്ത്യത്തിലേക്ക് ചിത്രം കടക്കുമ്പോൾ OTT റിലീസിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ ദൃശ്യം 3യുടെ ജൈത്രയാത്ര ഒരു രക്ഷയുമില്ല. കോടികൾ തൂക്കി മുന്നേറുകയാണ് ഈ ചിത്രം. മലയാള സിനിമയിലെ കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറിയ ചിത്രമാണ് ദൃശ്യം ഫ്രാഞ്ചൈസി. അതായത് മലയാള സിനിമയിൽ ഈ ചിത്രത്തിനുള്ള ജനപ്രീതി ഒന്ന് വേറെ തന്നെയാണ്. റിലീസ് ചെയ്ത് 2 ആഴ്ച പിന്നിടുമ്പോഴും വലിയ ഇടിവുണ്ടാകാതെയാണ് സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച ദൃശ്യം 3 മുന്നേറുന്നത്. എല്ലാ ജില്ലകളിലും ചിത്രം മികച്ച രീതിയിൽ മുന്നേറുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളും. കൊച്ചി പോലുള്ള നഗരങ്ങളിലെ തിയേറ്ററുകളിൽ ഇപ്പോഴും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതേ വേഗത തുടർന്നാൽ മലയാള സിനിമയിലെ സർവ്വകാല റെക്കോർഡുകൾ ചിത്രം തകർക്കുമെന്നുറപ്പാണ്. വാഴ 2 പോലുള്ള സമീപകാല ഹിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദൃശ്യം 3ന്റെ കുതിപ്പ് അതിവേഗമാണ്. സാധാരണയായി 2ാം തിങ്കളാഴ്ചയോടെ മിക്ക സിനിമകളുടെയും കളക്ഷൻ കുത്തനെ താഴാറുണ്ട്. എന്നാൽ ജോർജ് കുട്ടിയും കുടുംബവും തളരാതെ മുന്നോട്ട് നിൽക്കുകയാണ്. കുടുംബ പ്രേക്ഷകർ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അതായത് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം എമ്പുരാൻ കാഴ്ചവെച്ച അതേ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ദൃശ്യം 3യും ആവർത്തിക്കുന്നതെന്നും തിയേറ്റർ ഉടമകളും പറയുന്നു. ഇത്തരം സ്ഥിരതയാർന്ന പ്രകടനം ഒരു വലിയ വിജയത്തിന്റെ സൂചനയാണെന്നും കരുതാം. മാത്രമല്ല, കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് വൈകുന്നേരത്തെ ഷോകൾക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഇപ്പോൾ നടക്കുന്നത്. മലബാറിലെ സിംഗിൾ സ്ക്രീനുകളിലും രാത്രി ഷോകൾക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. നഗരങ്ങളിലെ മൾട്ടിപ്ലക്സുകളിലും ഗ്രാമപ്രദേശങ്ങളിലെ തിയേറ്ററുകളിലും ഒരുപോലെ ചിത്രം സ്വീകരിക്കപ്പെടുന്നുണ്ടെന്നും ആരാധകർ പറയുന്നുണ്ട്. രാവിലെ ഷോകളിൽ നേരിയ കുറവുണ്ടാകുന്നുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി കഥ മാറും, തിരക്ക് കൂടും. ലേറ്റ് നൈറ്റ് ഷോകൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയിൽ തിയേറ്റർ ഉടമകളും ഹാപ്പിയാണ്. അതായത് ഉച്ചയ്ക്കുള്ള ഷോകളിൽ ഉണ്ടാകുന്ന ചെറിയ കുറവ് രാത്രി ഷോകളിലൂടെ നികത്തപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മിക്ക പ്രദേശങ്ങളിലും 50% മുകളിലാണ് ഇപ്പോൾ ഒക്യുപ്പൻസി. റിലീസ് ചെയ്ത് 13 ദിവസം പിന്നിടുമ്പോഴും ഇത്തരം കണക്കുകൾ ലഭിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഇപ്പോഴിതാ ചിത്രം 3ാം വാരാന്ത്യത്തിലേക്ക് കിടക്കുമ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിനെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും സജീവമാണ്. ജിത്തു ജോസഫ് ചിത്രങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. എങ്കിലും തിയേറ്ററുകളിൽ ഇപ്പോഴത്തെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. മലയാള സിനിമയിലെ മുൻ റെക്കോർഡുകൾ ദൃശ്യം 3 തകർക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലെ പ്രകടനമനുസരിച്ചായിരിക്കും OTT റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരിക. എന്തായാലും ചിത്രം OTTയിലും തരംഗമാകുമെന്നുറപ്പാണ്. നിലവിൽ ചിത്രം 7 ദിവസം കൊണ്ടായിരുന്നു 200 കോടി ക്ലബിലേക്ക് എത്തിയത്. ഇപ്പോൾ 300 കോടി കുതിപ്പിലാണ് ദൃശ്യം 3. ആയതിനാൽ തന്നെ 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3യും മുന്നിലുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.